ഫറൂഖ് അബ്ദുള്ളയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കാശ്മീരിലെ ഹിന്ദുക്കൾ പറയുന്നത് 100% വാസ്തവമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ സമയം, ഈ സമയത്ത് രാമൻ എല്ലാവർക്കും സ്വന്തം എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് തന്നെ ഇപ്പോൾ കുംഭമേളയെ പരിഹസിച്ചിരിക്കുകയാണ് ഫറൂഖ് അബ്ദുള്ള. മഹാകുംഭമേളയിലെ പുണ്യസ്നാനത്തെയാണ് ഇദ്ദേഹം അധിക്ഷേപിച്ചിരിക്കുന്നത്. നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫറൂഖ് അബ്ദുള്ള പറയുന്നത് വീട്ടിൽ നിന്ന് ദിവസവും താൻ കുളിക്കുന്നുണ്ട് എന്നാണ്. കുംഭമേള കാണാൻ പ്രയാഗ്രാജ് സന്ദർശിക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴായിരുന്നു നേതാവിന്റെ പരിഹാസം. എന്റെ വീട് മസ്ജിദിലോ ക്ഷേത്രത്തിലോ ഗുരുദ്വാരയിലോ അല്ല സ്ഥിതി ചെയ്യുന്നത്, എന്റെ ദൈവമേ എനിക്കുള്ളിലാണ്, ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു. മഹാകുംഭമേളയോടനുബന്ധിച്ച് വിവിധ ദേശീയ നേതാക്കൾ പ്രയാഗ്രാജിലെത്തുന്നുണ്ട്, അവിടെ സന്ദർശിക്കുന്നുണ്ട്. ഒരുപാട് പേർ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാരായ പലരും ഇതിനോടകം വന്നു കഴിഞ്ഞു. അടുത്ത ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രയാഗ്രാജിൽ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലായിരുന്നു ഫറൂഖ് അബ്ദുള്ള പ്രയാഗ്രാജ് സന്ദർശിക്കുന്നുണ്ടോ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചതും പരിഹാസ രൂപേണ അദ്ദേഹം മറുപടി നൽകിയതും. ദില്ലി തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത ആർക്കാണ് എന്ന ചോദ്യത്തിനും വേറിട്ട മറുപടിയാണ് അബ്ദുള്ള നൽകിയത്. താനൊരു ജ്യോതിഷിയാണ് എങ്കിൽ ദില്ലി തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാമായിരുന്നു. ആര് വരും ആര് പോകും എന്ന് പ്രവചിക്കാൻ തനിക്ക് കഴിയില്ല എന്നാണ് ഫറൂഖ് അബ്ദുള്ളയുടെ വാക്കുകൾ. ഢൂണ്ടോ മോറേ റാം, ഇങ്ങനെ ഒരു സാധാരണക്കാരൻ പാടിയാൽ അതിന് ഒരു പ്രത്യേകതയും അവകാശപ്പെടാനില്ല. എന്നാൽ പാടുന്നത് മോദിയുടെ ഹിന്ദു പ്രീണന നയത്തെ എക്കാലം വിമർശിക്കുന്ന ഒരു നേതാവാണെങ്കിലോ. ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഫറൂഖ് അബ്ദുള്ള രാമനെ സ്തുതിച്ച് പാടുന്ന ഭജൻ വീഡിയോ നേരത്തെ വൈറലായിരുന്നു. മുസ്ലിം നേതാവായ ഫറൂഖ് അബ്ദുള്ള മോദി സർക്കാരിൻ്റെത് ഹിന്ദു പ്രീണന നയമാണ് എന്ന വിമർശനം എപ്പോഴും ഉയർത്തുന്ന നേതാവാണ്. ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഫറൂഖ് അബ്ദുള്ള രാമനെ സ്തുതിച്ച് ഭജൻ പാടുന്ന വീഡിയോ വൈറലായപ്പോഴാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം ഏറെ പറയാൻ ഇടയായത്. മുസ്ലിം നേതാവായ ഫറൂഖ് അബ്ദുള്ള എപ്പോഴും മോദിക്കെതിരെ സംസാരിക്കുകയും മോദിയുടെ രീതികളെ ഒക്കെ വിമർശിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ഈ ഡോണ്ടോ മോറേ റാം എന്ന സുപ്രസിദ്ധ ഭജൻ പാടി നിർത്തുമ്പോൾ കേൾവിക്കാർ ആ വീഡിയോയിൽ ഉറക്കെ കൈയടിക്കുന്നത് കേൾക്കാം. മോദി സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുന്ന ഫറൂഖ് അബ്ദുള്ള റാം ഭജൻ പാടുന്നത് എന്തുകൊണ്ട് എന്ന സംശയമാണ് പലരും പ്രകടിപ്പിച്ചത്. ജമ്മു കാശ്മീരിലെ കത്രയിൽ 2 സ്ത്രീകളുടെ അടുത്തിരുന്നാണ് ഫറൂഖ് അബ്ദുള്ള രാമഭജൻ പാടിയ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും കരുതിയിരുന്നത് ഫറൂഖ് അബ്ദുള്ളയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ആ ഒരു ബന്ധത്തിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സനാതന സംസ്കാരത്തെ ഹിന്ദുക്കളെ ഒക്കെ ആദരിക്കുന്ന ഒരു നിലപാടിലേക്ക് ഫറൂഖ് അബ്ദുള്ള മാറി എന്നതാണ്. ഒരിക്കലും ആരുടെയും മതം മോശമാണെന്നോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മതാചാരങ്ങൾ മോശമാണെന്നോ ആരുടെയെങ്കിലും നല്ലതാണെന്നോ എന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ മറ്റൊരു മതത്തെ അപമാനിക്കരുത് അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കരുത് എന്ന അഭിപ്രായം തന്നെയാണ് പലപ്പോഴും നമ്മൾ എല്ലാവരും പറയാറുള്ളത്. ഒരാളെയും അപമാനിക്കാത്ത രീതിയിൽ പെരുമാറാൻ സാധിക്കണം, നമ്മുടെ മതത്തെ ബഹുമാനിക്കാൻ അറിയണം, അതുപോലെ തന്നെ അന്യമതത്തെയും ബഹുമാനിക്കാൻ അറിയണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കുംഭമേളയിലേക്ക് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദിവസവും വീട്ടിൽ കുളിക്കാറുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. പലരും മതം പോലും നോക്കാതെ കുംഭമേളയിൽ ഈ അമൃത സ്നാനത്തിനായി എത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ കുംഭമേളയിൽ പോയില്ല എങ്കിലും അല്ലെങ്കിൽ കുംഭമേളയിൽ ആ അമൃത സ്നാനത്തിന് താൻ പങ്കെടുക്കുന്നില്ല എങ്കിലും ആ അമൃത സ്നാനത്തെ അല്ലെങ്കിൽ കുംഭമേളയിലെ ആ കുളിയെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം പറയുക എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാ മതത്തിൽപ്പെട്ടവർക്കും അവിടെ സ്വാഗതം എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു. അതനുസരിച്ച് പല രീതിയിൽ പല മതവിശ്വാസികൾ അവിടെ എത്തുന്നുണ്ട്, സ്നാനം ചെയ്യുന്നുണ്ട്. ആ കുംഭമേള നടക്കുന്ന ഇടത്ത് അവിടെ വളരെ ബഹുമാന പുരസ്സരം പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അബ്ദുള്ള വീണ്ടും ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുക അല്ലെങ്കിൽ മതാചാരത്തെ അപഹസിക്കുക എന്നുള്ള ഒരു രീതി, ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. പക്ഷേ എന്ത് അഭിപ്രായ പ്രകടനം നടത്തിയാലും സനാതന സംസ്കാരത്തെയും ഭാരതത്തിന്റെ സംസ്കാരത്തെയും കുംഭമേളയും ആര് തള്ളിപ്പറയാൻ ശ്രമിച്ചാലും അതൊരിക്കലും സാധിക്കുകയില്ല, അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല വിദേശത്തു നിന്ന് പോലും പല ആൾക്കാരും പല ലോക നേതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് കുംഭമേളയിൽ പങ്കെടുത്തിട്ട് പോകുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തിരുന്നു കൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തിന്റെ സംസ്കാരത്തെ ഇത്രമാത്രം അവഹേളിക്കുന്ന ഫറൂഖ് അബ്ദുള്ളയെ വിശ്വസിക്കാൻ പാടില്ല എന്ന് കാശ്മീരി ഹിന്ദുക്കൾ പറയുന്നത് ശരിയാണ് എന്ന് തുടക്കത്തിൽ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഒരിക്കലും ഫറൂഖ് അബ്ദുള്ള എന്ന ആ ഒരു വ്യക്തി, അദ്ദേഹം ഇനി ഏത് തരത്തിലുള്ള രാമഭജന പാടിയാലും ശരി അദ്ദേഹത്തെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശ്വസിക്കാനോ സാധിക്കുകയില്ല എന്നത് തന്നെയാണ് ഒരിക്കൽ കൂടി തെളിയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മറ്റൊരു മതത്തിന്റെ ആചാരങ്ങളെയോ അല്ലെങ്കിൽ മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തെയോ ഒരിക്കലും അപഹസിക്കുന്ന രീതിയിൽ പെരുമാറുന്നവർ ആകരുത്. ഒരിക്കലും ഭാരതത്തിന്റെ സംസ്കാരത്തിൽ വിശ്വസിക്കുകയും ഭാരത സംസ്കാരത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നവർ എന്നുകൂടി തെളിയിക്കുകയാണ്, എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.